ഹായ് ഗൈസ്, വെൽക്കം ടു എൻട്രി മെട്ടോക്ക്. എൻ്റെ പേര് ബാഹിർ. എൻ്റെ പേര് റംസീന. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യാം? നിങ്ങൾ അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റംസീന ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ മെൻറ്ററായിട്ട് ആളിവിടെ എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സ് ആർക്ക് വേണമെങ്കിലും എടുക്കാം. +2 കഴിഞ്ഞവർ, ഡിഗ്രി കഴിഞ്ഞവർ, ഈവൻ PG കഴിഞ്ഞവർക്ക് വരെ എടുക്കാം. ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തില്ല, ഡോക്ടർ ഇല്ലാത്ത അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാത്തൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല. പയ്യെ തിന്നാ പനയും തിന്നാലെന്ന് അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. കൊറോണ സമയത്ത് ആള് ബുദ്ധിപൂർവ്വം ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്തുകൊണ്ട് ആൾക്ക് ആ സമയത്ത് ജോലി ഉണ്ടായി. നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ജോബാണ് ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോബ് ചെയ്യാൻ. ഞാൻ ഓടി നടന്ന് ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ്. ഞാൻ ഇരുന്ന് വീഡിയോ ചെയ്താണ്. നമ്മളിപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കൊടുത്തു. നാളെ നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ അവർ നമുക്ക് ഓക്കെ പറയണം, ഓ തന്നോളൂ, ഈ ഇൻസ്റ്റിറ്റ്യൂഷനാണോ അല്ലെങ്കിൽ ഇതാണോ നിങ്ങളുടെയാണോ, പോരട്ടെ. ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ്, ഇറങ്ങി പോകുന്ന സ്റ്റുഡൻസ് എന്തായാലും ബെസ്റ്റ് ആയിരിക്കുള്ളൂ. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു ഫീൽഡ് തന്നെയാണിത്. റംസീന, നമ്മൾ ഇന്നൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, എൻട്രി മെട്ടോക്ക് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ ഞാനൊരു നമ്മുടെ ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽത്ത് കെയർ ടോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സീരീസിന് നമ്മൾ മെയിൻ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പെട്ടെന്ന് വരുന്നൊരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ടോക്ക് ചെയ്യുക, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മോട്ടീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഏത് ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്? നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് അപ്പോൾ അതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട് നിന്നോട് ചോദിക്കാം. കാരണം നീ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നത് വെച്ചാൽ, എന്തുകൊണ്ട് ആൾക്കാർ ഈ കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ആർക്കിപ്പോൾ ആൾക്കാർ അറിയില്ല. ഇപ്പോൾ +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ കോഴ്സ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അപ്പോൾ അവർക്ക് ഈ കോഴ്സ് എടുക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സ് ആർക്ക് വേണമെങ്കിലും എടുക്കാം. ആർക്ക് വേണമെങ്കിൽ എന്ന് പറയുമ്പോഴത്തേനും 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് പറ്റില്ല, +2 കഴിഞ്ഞവർ, ഡിഗ്രി കഴിഞ്ഞവർ, ഈവൻ PG കഴിഞ്ഞവർക്ക് വരെ എടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, ഓൾറെഡി ഒരു കരിയർ ബിൽഡ് ചെയ്ത് വന്ന് വർക്കിംഗ് ആണ്, അപ്പോൾ അവർക്ക് അതിൽ നിന്ന് സ്വിച്ച് ചെയ്യണം എന്നുള്ളവർക്കും ഈ കോഴ്സ് എടുക്കാം. അല്ലാതെ ഇന്ന കാറ്റഗറിക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. കാരണം ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പാഷനേറ്റ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഈ കോഴ്സ് എന്നല്ല, ഏത് കോഴ്സ് എടുത്താലും അതിനോടൊരു പാഷൻ വേണം. അപ്പോൾ ബാഹിർ എന്തുകൊണ്ട് ഈ കോഴ്സ് എടുത്തില്ല? എനിക്ക് സോഷ്യൽ മീഡിയ ആയിരുന്നു ഇഷ്ടം. അപ്പോൾ എനിക്ക് ഇതേപോലെ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാനും ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ പോയി. അപ്പോൾ അതുമല്ല, എനിക്ക് കോഴ്സിനെ കുറിച്ച് അധികം അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞ ഞാൻ അപ്പോഴാണ്. അപ്പോൾ ബാഹിറിന് അപ്പോൾ സോഷ്യൽ മീഡിയനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ ഐഡിയ ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ബാഹിർ പറഞ്ഞ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഇഷ്ടമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ, പേഷ്യൻസായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അതിന് ഫുൾ കോർഡിനേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്. എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റിയൊരു വർക്കാണ് ഫസ്റ്റ് ഈ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നവർക്കൊക്കെ വളരെ മികച്ചൊരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫീൽഡാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റംസീന ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ മെൻറ്ററായിട്ട് ആളിവിടെ എത്തിച്ചത്. അപ്പോൾ റംസീന എങ്ങനെ ഉണ്ടായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ? അത് ഞാനങ്ങനെ ഈ ഒരു കോഴ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പാഷൻ വേണം, അതൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം. പക്ഷെ ഞാനൊരിക്കലും ഇതിനോടുള്ള പാഷൻ കൊണ്ട് അങ്ങനെയൊന്നും, സത്യമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഈ ഒരു ഇതിലേക്ക് വന്ന ആളല്ല. ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത്, PG കഴിഞ്ഞ സമയത്ത് കൊറോണയൊക്കെയാണ്. അപ്പോൾ അന്ന് ഒരു ജോലിയും കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ പഠിച്ചിറങ്ങി വെറുതെ വീട്ടിലിരിക്കുകയാണ്. കൊറോണ ആയിട്ട് അറിയില്ല, കുറേ കമ്പനീസ് ഷട്ട് ഡൗൺ ചെയ്ത ടൈമായിരുന്നു. ഞാനൊക്കെ വെറുതെ ഇരിക്കുകയായിരുന്നു. നീ അന്ന് ഓക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് റാൻഡംലി ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകണം, ജോലി കഴിഞ്ഞിട്ട് പഠിച്ചതിന് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു ഫീൽഡിലേക്ക് പോകുന്നത്. ചെല്ലുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജോലി എന്താണെന്ന പോലെ അറിയില്ലാണ്ട് ഞാൻ ചെല്ലുന്നത്. പിന്നെ അവിടെ നിന്ന് പഠിച്ച് വന്നിട്ട് അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അറിയില്ലല്ലോ എന്താണെന്നുള്ളത്, ഒരു ഐഡിയ ഇല്ലാണ്ട് പോകുന്നതാണ്.
പിന്നെ ഞാൻ അവിടെ നിന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇതാണ് ഈ ഫീൽഡ്, ഇതിലിങ്ങനെയാണ്. അങ്ങനെ പയ്യെ പയ്യെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയി ആ ജോബ്. അതായത് മൊത്തം നമ്മളാണ് ഒരു ഹോസ്പിറ്റൽ അതെ ഭരിക്കുന്നത്, അങ്ങനെയും പറയാം. അത് അതെ അതെ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി അപ്സ്കിൽ ചെയ്യാം. പിന്നെ ഞാൻ ഈ കോഴ്സിൻ്റെ ചെറിയൊരു കോഴ്സ് ചെയ്തു, നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അപ്സ്കിൽ ചെയ്തു. പിന്നെ ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നു. ഇപ്പോൾ അത്യാവശ്യം അറിയാം, കാര്യങ്ങൾ അറിയാം, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന് ഒരു അറിയില്ലാത്ത ആൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സാണ് ഹോസ്പിറ്റൽ ഭരിക്കുന്നത് എന്ന്. അപ്പോൾ ഒരു ദിവസം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ സ്മൂത്തായിട്ട് പോവുമോ? ഇപ്പോൾ ഈ ബാദർ ചോദിച്ച ഒരു ക്വസ്റ്റ്യന് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് പണ്ട് കാലം എന്ന് പറയുമ്പോൾ 2 വർഷം 3 വർഷം മുമ്പൊന്നും അല്ല, കുറച്ചധികം നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് ആരാ ഹോസ്പിറ്റലിൽ റൂൾ ചെയ്തിരുന്നത്? ഡോക്ടേഴ്സാണ്. അതായത് പണ്ട് നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് മൈൻഡിലേക്ക് വരുന്നത് ഡോക്ടേഴ്സ്, നഴ്സ്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കുറേ നാൾ മുമ്പ് വരെ, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ. ഇപ്പോഴാണ് നമ്മൾ അവിടെ ഇങ്ങനെ ആളുണ്ട് അല്ലെങ്കിൽ ഈ റോളിൽ ആളുണ്ട് എന്നുള്ളതിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ അത് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റൽ റൂൾ ചെയ്തിരുന്നത് ഡോക്ടേഴ്സ് തന്നെയായിരുന്നു. അവർ തീരുമാനിക്കും അവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ തീരുമാനിക്കും. പിന്നീട് നമുക്ക് ഫെസിലിറ്റീസ് കൂടി, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് വന്ന് ഫെസിലിറ്റീസ് കൂടി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല അത്, അല്ലെങ്കിൽ അവർക്ക് ഇത് ഫുൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടി. അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ റോള് വരുന്നത്, മനസ്സിലായോ? അപ്പോൾ പയ്യെ ആദ്യം അത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിലെ ആൾ തന്നെയായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. പിന്നെ അവർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ റോൾ എന്ന് പറയുന്നത് ഒറിജിൻ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തില്ല, അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാത്തൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല. അത് നടക്കുന്ന കാര്യമല്ല. കാരണം അവരായിട്ട് യൂസ്ഡ് ആയി, അല്ലെങ്കിൽ അവർ മാത്രം ചെയ്യേണ്ട കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് മാത്രം ഇത് നടത്തിക്കൊണ്ടും പറ്റില്ല. പണ്ടാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ് വെറൈറ്റി ഓഫ് അസുഖങ്ങളൊക്കെ വരുന്നല്ലേ. അതിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ എന്താ അറിയാം, ഞാൻ ആദ്യം എൻ്റെ നമ്മുടെ ഹെൽത്ത് കെയർ ടോക്കിലൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഹഫീസ് റഹ്മാനായിട്ട് സൺറൈസ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിൽ മൂപ്പരാണ് ശരിക്കും ഇതിൻ്റെ ഓണർ. അപ്പോൾ അതിൽ ഡോക്ടർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൾക്ക് സർജറിയാണ്, ഓടി നടന്ന സർജറിയാണ്. അപ്പോൾ ആളുടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ എന്താണ് നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ മെയിൻ ഇതെന്താണെന്ന് ചോദിച്ചു, എങ്ങനെ ഇത് നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ ആൾ പറഞ്ഞൊരു ഉത്തരം അഡ്മിനിസ്ട്രേറ്റേഴ്സാണ്. അവരില്ലാതെ ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകാന്ന് പറയുമ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും എനിക്ക് തോന്നുന്നു അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതേപോലെ റംസീന, ഞാൻ നേരത്തെ ഹഫീസ് റഹ്മാൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഹെൽത്ത് കെയറിലാണ്. അതായത് ഞാൻ പറയാം, ഇനിയിപ്പോൾ ഒരു അടുത്ത 10 വർഷം, ഈ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് അത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്കകത്തും പുറത്തും ഒരേപോലെ വളർച്ച മുന്നിൽ കണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി, എവിടെ നിന്ന് ജോലി കിട്ടും, എവിടെ നിന്ന് ജോലി പോകും എന്നുള്ളത്. അതെ, റംസീന കൊറോണ സമയത്ത് ആള് ബുദ്ധിപൂർവ്വം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്തുകൊണ്ട് ആൾക്ക് ആ സമയത്ത് ജോലി ഉണ്ടായി. ഹോസ്പിറ്റലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സത്യമാണ്. വേറെ എല്ലാവരും കുറെ പേര് വർക്ക് ഫ്രം ഹോം. ഓക്കെ, ഫൈൻ. അത് ഈ കൊറോണയ്ക്ക് ശേഷം 2 കാര്യങ്ങൾ വന്നു. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് വന്നു, ഹോസ്പിറ്റലിലെ ആളുകൾ കൂടുതൽ ജോലിക്കും കയറാൻ തുടങ്ങി. അപ്പൊ ഇടക്കിടക്ക് വരണ്ട, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഓരോ പാൻഡമിക് വരുമ്പോൾ നമുക്ക് കുറെ വഴിത്തിരിവുകൾ ഉണ്ടാവും. ഇതിന്റെ മെയിൻ എന്താന്ന് വെച്ചാൽ ഏത് കാലഘട്ടത്തിലും എന്തൊക്കെ വന്നാലും ഒരു ജോബ് എപ്പോഴും നമുക്ക്, ഇപ്പോൾ ഗവൺമെൻറ് ജോബ് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ജോബാണ്, അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ജോബാണ് ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോബ് ചെയ്യുന്നത്. വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ മിക്കവാറും കൺസേൺ അതാണ്. ഇപ്പം ഞാൻ ഈ കോഴ്സ് പഠിച്ചു, ഏതും ആയിക്കോട്ടെ കേട്ടോ. ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ MHA ഒക്കെ ഉണ്ട്, അതായത് മാസ്റ്റേഴ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഏത് കോഴ്സാണെങ്കിലും ഇത് പഠിച്ചിറങ്ങുന്നവരുടെ എല്ലാവർക്കും ഒന്നല്ല, കുറച്ച് പേർക്കുള്ള കൺസേൺ. ഇപ്പോൾ നമുക്ക് തന്നെ കുറേ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവർ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ടൈമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, കോമൺ ആയിട്ട് ചോദിക്കുന്നത്, ഫ്രണ്ട് ഓഫീസിൽ തന്നെ എൻ്റെ ലൈഫ് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ, അത് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഞാൻ ചിലവഴിക്കേണ്ടി വരുമോ ഹോസ്പിറ്റലിൽ. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമാണ് റിസപ്ഷനിസ്റ്റ് ആവാൻ, എന്ന് വെച്ചാൽ എന്താണ് വെറുതെ അങ്ങ് ഇരുന്നാൽ മതി എന്നൊരു പോയിരിക്കുന്നവരുണ്ട്.
പക്ഷേ വെറുതെ ഇരുന്ന പോരാട്ടോ, നല്ല പണിയെടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനൊരു അതിനോടൊരു വിമുക്തി കാണിക്കുന്ന വിമുഖത കാണിക്കുന്ന കുറച്ച് പേരുണ്ട്. അത് കൂടാതെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ റിസപ്ഷനിൽ ഇരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അടുത്തൊരു 15 വർഷം റിസപ്ഷനിൽ തന്നെ ഇരിക്കണം എന്നല്ല അത് മീൻ ചെയ്യുന്നത്. നിങ്ങൾ കയറുമ്പോൾ ഓക്കെ, നമ്മൾ ഏത് ജോബിന് കയറിയാലും നമ്മൾ ആദ്യം ജൂനിയർ ആയിട്ടാണ് കയറുന്നത്. അതായത് അല്ലേ, ജൂനിയർ അസിസ്റ്റന്റ്, സീനിയർ അസിസ്റ്റന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു IT കോർപ്പറേറ്റ് കമ്പനീസ് എടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ നമുക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ചെല്ലു CEO ആയിട്ടിരിക്കുന്നു പറഞ്ഞാൽ ആരും നമുക്ക് സീറ്റ് തരില്ല. നമ്മൾ കഷ്ടപ്പെടണം. നമ്മൾ ഏത് ജോലിക്ക് കയറിയാലും നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ടഫായിട്ട് മിനിമം സാലറിയിൽ ഏറ്റവും ലോ ലെവലിൽ നിന്ന് നമ്മുടെ കരിയർ നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്യണം. കാരണം അപ്പം നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും, ലേൺ ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാനേജിങ് പൊസിഷൻ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടറിലേക്കൊക്കെ നമുക്ക് എത്തും. അങ്ങനെ എത്തിയാലേ നമുക്ക് മറ്റുള്ളവരെ റൂൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല നല്ല ഡിസിഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നും അറിയാതെ വെറുതെ നമ്മളൊരു കസേരയിട്ട് മേളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ താഴെയുള്ളവർ നമ്മളെയൊക്കെ എക്സ്പീരിയൻസും നോളജും ഉള്ളവരാണെങ്കിൽ പറയില്ലേ അയാൾക്കൊന്നും അറിയാൻ പാടില്ല, ആ സെറ്റപ്പിലേക്ക് വരും. അപ്പോൾ ഒന്നും അറിയാതെ നമ്മൾ ഒരു കരിയറിന്റെ മേളിൽ കയറുന്നേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു സാലറി പിച്ചക്കാശിനെ നമ്മൾ പട്ടിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ അതിപ്പോൾ ഏത് ഫീൽഡ് എടുത്താലും അങ്ങനെ ആകുമ്പോൾ നമുക്കും എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് നമ്മുടെ അടിയിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയിലുള്ള ആളുകളെ നല്ല രീതിയിൽ അവർക്കൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു ഫീൽഡിൽ നിന്നല്ല, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഏത് ഫീൽഡാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും കിട്ടുന്ന ഇനീഷ്യൽ സ്റ്റേജ് ഇതാണോ, അതായത് നേരത്തെ പറഞ്ഞ പോലെ പിച്ചക്കാശിനെ പട്ടിപ്പണി എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ കരിയർ ബിൽഡ് ചെയ്യുക, അവിടെ നിന്ന് എക്സ്പീരിയൻസ് കണ്ടെത്തുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ നല്ല നല്ല ഡിസിഷൻസ് അവർക്ക് എടുത്ത് കൊടുക്കാനും സാധിക്കും. അത് ശരിയായിട്ടോ പറഞ്ഞ, കാരണം കുറേ ആൾക്കാർ ഫ്രണ്ട് ഓഫീസിൽ ഇരുന്ന ആളെ PR വരെ CEO വരെ ആൾക്കാരുണ്ട് ശരിക്കും. അപ്പോൾ ഇതിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കുറേ എക്സാമ്പിൾസും കുറേ പേര്. പയ്യെ തിന്നാ പനയും തിന്നാലെന്ന് പറയില്ല, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സമയം കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 വർഷം നമ്മൾ നമ്മുടെ കരിയറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാണ്. അതായത് നമ്മൾ സ്ട്രഗിൾ ചെയ്യാന്നുണ്ടെങ്കിൽ 10ാമത്തെ വർഷം നമുക്കൊരു ഹോസ്പിറ്റലിൽ CEO ആയിട്ടിരിക്കാം. അല്ലെങ്കിൽ ഏതാണോ നമ്മളുടെ ഒരു മാനിഫെസ്റ്റേഷൻ, ആ സാധനം അത് പറ മാനിഫെസ്റ്റേഷൻ കിട്ടുന്നില്ല സംഭവം കട്ട് ചെയ്യണോട്ടോ, ഒന്നും എടുക്കരുത് കേട്ടോ. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ ഏതാണോ വേണ്ടത്, ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, ആ സാധനം മൈൻഡിൽ വെച്ച് അങ്ങ് ജോലിക്ക് അങ്ങ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും വർഷത്തിനുള്ളിൽ നമ്മൾ ജോലി ഉറപ്പാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഓടി നടന്ന് ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ്, ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ് എന്തായാലും നമ്മുടെ ചാനൽ ആൾക്കാർക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് എനിക്ക് മൈൻഡിൽ വന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സർ, മാഡം റംസീന മാം, എനിക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി, ഇൻസ്റ്റിറ്റ്യൂട്ട് പേര് നമ്മൾ പറയുന്നില്ല, അവിടെ നിന്ന് പഠിച്ചിറങ്ങി, ഇവിടെ നിന്ന് പഠിച്ചു വന്നു. കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു കോഴ്സ് ആയിട്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങി അവർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു കൺസേൺ ആണ്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം? ഇപ്പോൾ നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത്യാവശ്യം ഹോസ്പിറ്റൽസ് ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു കാണും, മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടോ? മാർക്കറ്റ് റിസർച്ച് അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിനും തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു പുതിയ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ആദ്യം അതിന് സ്കോപ്പ് ഉണ്ടോയെന്ന് നോക്കണം. ഇപ്പം നിങ്ങളൊരു കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു, നിങ്ങൾ ആദ്യം മാർക്കറ്റ് റിസർച്ച് നടത്തണം. അതായത് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടോ, എത്ര പേര് ഇതിൽ പഠിക്കുന്നുണ്ട്, ഈ കോഴ്സിൻ്റെ തന്നെ ചിലപ്പോൾ വേരിയൻ്റ് ആയിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഡിപ്ലോമ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ്, ഇങ്ങനെ ഒരു നല്ല രീതിയിൽ നിങ്ങൾ വൈഡായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അതിൽ നിന്നൊരു ഇൻസൈറ്റ് കിട്ടും അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് ഹോസ്പിറ്റൽസായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ഹോസ്പിറ്റൽ നമ്മൾ പോയാലും ഓരോരുത്തർക്കും ഓരോ റിക്വയർമെൻറ്റ്സ് ആണ് ഓരോ മാനേജ്മെൻറ്റിന് ഹോസ്പിറ്റൽസിൻ്റെ. പക്ഷെ ഒരു കോമൺ ആയിട്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ആയിരുന്നു. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വരുന്ന സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിച്ചത്. എല്ലാവർക്കും വേണ്ടത് എൻഡ് ഓഫ് ദ ഡേ ക്വാളിറ്റി ഉള്ള കാൻഡിഡേറ്റിനെയാണ്, അതുപോലെ സംസാരിക്കാൻ കഴിയുന്ന കുട്ടികൾ. അപ്പോൾ ഇവർ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടിയാണെങ്കിലും ക്വാളിറ്റി ഉണ്ടോ അവർ ഹയർ ചെയ്യും. ഇതിനേക്കാൾ ഉപരി ഇവർ നോക്കുന്നത്
സംസാരിക്കാൻ. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു ഫീൽഡ് തന്നെയാണിത്. കാരണം ഇൻ്റർവ്യൂ ടൈമിൽ ഇനിയിപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയാം, ഫോറിൻ ലാംഗ്വേജസ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ എവിടെ നിന്ന് വേണമെങ്കിലും ആളുകൾ വരും. അതെ, നമ്മൾ അന്ന് പോയപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. നമ്മളവിടെ ഒരു വലിയ ഹോസ്പിറ്റലാണ്, കോട്ടയത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ അവർ അറബി അറിയണ പിള്ളേരെ, ഹിന്ദി അറിയണ പിള്ളേരെ വരെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. അറബി ഏത് ലാംഗ്വേജ് ആയാലും ഇന്റർനാഷണൽ ഏത് ലാംഗ്വേജ് ആയാലും ഇപ്പൊ ഹയർ ചെയ്യുന്നുണ്ട്. കാരണം പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് മലയാളം അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ഇച്ചിരി ഇതാണെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഇന്റർവ്യൂ ടൈമിൽ ഇംഗ്ലീഷ് അറിയാം, പക്ഷെ പ്രോപ്പറായിട്ട് ഫ്ലുവൻസി വരുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ഉള്ള ആളുകളേക്ക് ഇപ്പോൾ ഗസ്റ്റ് റിലേഷൻസിലേക്ക്, ഫ്രണ്ട് ഓഫീസിലേക്കൊക്കെ അവർ ഹയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ജോലി തേടി പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം സ്കില്ലുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ വലിയ വലിയ ഹോസ്പിറ്റൽസിൽ ജോബ് ഉണ്ട്. വെറുതെ അവർ പുറത്തുനിന്ന് ആളുകളെ ഹയർ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ സ്കിൽസ് ഒന്നും നമ്മൾ റെഡിയാക്കി എടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ജോബിന് കയറാം. അപ്പോൾ ഒരു മാർക്കറ്റ് റിസർച്ചിൽ നമുക്ക് മനസ്സിലായത് ക്വാളിറ്റിയാണ്. അപ്പോൾ ക്വാളിറ്റി ഉള്ളവർ അതായത് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. എനിക്ക് ആ ക്വാളിറ്റി ഉണ്ടോ, എവിടെയൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ജോബ് കിട്ടും. അപ്പോൾ വെറുതെ പഠിച്ചുകൊണ്ട് മാത്രമായില്ല, ഏത് കോഴ്സാണെങ്കിലും നമ്മൾ ക്വാളിറ്റി ഉള്ളവരായിട്ട് മാറാം. അത് എത്തിക്സ് ഉള്ളവരായിട്ടും വാല്യൂ ഉള്ളവരായിട്ടും മാറാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണ മുന്നേ തന്നെ നമ്മൾ കുറേ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഇൻറ്റേൺഷിപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ടോക്ക് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞൊരു സെയിം കാര്യം തന്നെയാണ്, ഞങ്ങൾക്ക് ക്വാളിറ്റി സ്റ്റുഡൻസ് വേണം, അത് സംസാരിക്കാൻ കഴിവുള്ള സ്റ്റുഡൻസിന് വേണം എന്നാണ് അവർ പറഞ്ഞത്. അതെ, ഇന്റേൺഷിപ്പ് തരാം, ഒറ്റ ഇതുള്ളൂ കണ്ടീഷൻ ക്വാളിറ്റി വേണം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കോഴ്സിൽ സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫീസ് ഓട്ടോമേഷൻ, സോഫ്റ്റ്വെയറിന്റെ കൂടാതെ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ്, ഇറങ്ങി പോകുന്ന സ്റ്റുഡൻസ് എന്തായാലും ബെസ്റ്റ് ആയിരിക്കുള്ളൂ. ഒരു ഹോസ്പിറ്റലിലും ഇവരെ എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവിടെ അവർ പറയരുത് എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ല. അതായത് ഇത്രയും സ്റ്റുഡൻസ് ഈ ബാച്ചിലുണ്ട് അല്ലെങ്കിൽ ഇത്രയും പിള്ളേർ നമ്മുടെ ഇവിടെ പഠിക്കുന്നുണ്ട്, അതിലല്ല ശരിക്കും കാര്യം. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന 10 സ്റ്റുഡൻസ് എങ്കിൽ 10 സ്റ്റുഡൻസ് ക്വാളിറ്റി ഉള്ളവരായിരിക്കണം. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സ്റ്റുഡൻസിന് കൊടുത്തു, നാളെ നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ അവർ നമുക്ക് ഓക്കെ പറയണം, തന്നോളൂ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, ഇതാണോ, നിങ്ങളുടെ ആണോ, പോരട്ടെ. ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളതേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് കവറാണ്. ഓക്കെ, ഏകദേശം ഇത് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവർക്കും സ്വിച്ച് ചെയ്യാൻ നിൽക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഇപ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ്, ഉറപ്പായിട്ടും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പക്ഷേ നിങ്ങൾക്ക് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം വേണം. വെറുതെ പോയിട്ട് അവനെടുത്തു ഇവനെടുത്തു അല്ലെങ്കിൽ എല്ലാവരും എടുക്കുന്നു, റംസീനെ എടുത്ത പോലെ ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ചിലപ്പോൾ ഇങ്ങനെ ആവാം, അതായത് ചക്ക വീണ മുതൽ ചത്തെന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പം ഞാനങ്ങ് കയറി അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിലുള്ള ആ ജോലിയുള്ള സാറ്റിസ്ഫാക്ഷൻ എനിക്ക് മനസ്സിലായത് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓരോ പേഷ്യൻസ് ഒക്കെ വന്നിട്ട് അവർക്കറിയില്ല നമ്മുടെ ജോലി എന്താണെന്നുള്ളത്. അപ്പോൾ അവർ വന്നിട്ട് ഡോക്ടറെ എനിക്ക് അതാണ് ഇത്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ അവർ സമാധാനിപ്പിക്കുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് എക്സ്പീരിയൻസ്, റിയൽ ലൈഫിൽ നമുക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ എങ്ങനെ പെരുമാറണം, പിന്നെ ഏറ്റവും നമ്മൾ പേഷ്യൻസ് ആണ്, ഓൾറെഡി ഫിസിക്കലി വയ്യ, മെൻ്റലി വയ്യ, അപ്പോൾ അവരോട് നമ്മൾ ഏറ്റവും സിമ്പതിയും എമ്പതി ഉള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു ജോബാണ്, ഫീൽഡാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഞങ്ങളോട് പറയുന്നില്ല എടുക്കണം എന്നുള്ള നിങ്ങൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നുമല്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാണ്. കാരണം നിങ്ങൾ +2 കഴിഞ്ഞ് ഇറങ്ങുന്ന സ്റ്റുഡൻസ് ആവാം അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് പറ്റുന്നതാണ് നിങ്ങൾ ഞങ്ങളെ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും, മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഈ സീരീസിൽ. ഇനിയും നമ്മൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് ഞാനും റംസീനും വരുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്ക് പക്കല. ബൈ.